എന്നാൽ യേശു, ഇവളെ വിടുവിൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എന്നിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. മർക്കോസ് 14:6. അവൾ തന്നാലാവത് ചെയ്തു. 8-ാം വാക്യം. നമുക്കറിയാവുന്ന ഒരു സംഭവമാണ്. കർത്താവായ യേശു ക്രിസ്തു ഒരു വിരുന്നിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വളരെ വിലയേറിയ ഒരു തൈലം കൊണ്ടുവന്ന് അവൻ്റെ കാൽക്കൽ ഒഴിക്കുകയാണ്. ഇത് കണ്ടു നിന്നവരെല്ലാം അവളെ കുറ്റപ്പെടുത്തുന്നു. എന്തിനാണ് ഇത്രയും വിലയേറിയ ഈ സുഗന്ധ തൈലം പാഴാക്കി കളയുന്നത് എന്നാണ് അവരെല്ലാം ചോദിക്കുന്നത്. അവളെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുമ്പോൾ വിലയേറിയതൊന്നും അവൾക്ക് വിലമതിക്കുന്നതായി തോന്നുന്നതേയില്ല. അവൾ ആ സുഗന്ധ തൈലം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽക്കളിൽ ഒഴിക്കുകയാണ്. ചുറ്റുമുള്ളവർ പറയുന്നു, എന്തിനാണ് ഇത് പാഴാക്കി കളയുന്നത് എന്ന്. മറ്റുള്ളവർക്ക് ഇത് നോക്കേണ്ട കാര്യമേയില്ല. അവൾ സമ്പാദിച്ച തൈലം അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിലവഴിക്കുകയാണ്. പക്ഷേ ചുറ്റുമുള്ളവർ പല രീതിയിലുള്ള അഭിപ്രായം പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു അവിടെ ഇടപെട്ട് പറയുകയാണ്, അവളെ അസഹ്യപ്പെടുത്തരുത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നതിനായി നാം ചിലവഴിക്കുന്നത് കാണുമ്പോൾ പലരും നമ്മളെ കുറ്റം പറയും. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, അവളെ അസഹ്യപ്പെടുത്തരുത്. അവൾ തന്നാലായത് ചെയ്തു. പ്രിയരെ, നമുക്കും നമ്മാലാവുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ചെയ്യാം. 1 കൊരിന്ത്യർ 13:20 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്നു തന്നെ. കണ്ണിന് കൈയോട് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. കർത്താവായ യേശു ക്രിസ്തു തലയാകുന്നു. നാം ശരീരത്തിലെ ഓരോ അവയവങ്ങളാകുന്നു. വലുതും ചെറുതുമായ ഓരോ അവയവങ്ങൾക്കും അതിൻ്റേതായ കർത്തവ്യമുണ്ട്. ചെറിയ അവയവമാണെങ്കിൽ കൂടെ അതിന് ശരീരത്തിൽ പ്രാധാന്യമുണ്ട്. കൺപീലികൾ വളരെ ചെറുതെന്ന് തോന്നും. പക്ഷേ കൺമണികളെ അവ എപ്രകാരമാണ് സംരക്ഷിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ചെറിയ അവയവമായിരിക്കാം നാം. അവൾ തന്നാലാവത് ചെയ്തതുപോലെ മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് നോക്കാതെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്നതനുസരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നമുക്കും നമ്മാലായത് ചെയ്യാം. അവയവങ്ങളെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ശരീരം ഏറ്റവും യുക്തമായി തീരുന്നത് പോലെ നമുക്കും നമ്മുടേതായുള്ള പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തിൻ്റെ ഇഷ്ടം